അല്ല നിങ്ങള് ഹെൽപ്പ് ചെയ്തോണ്ട് എനിക്കത് വലിയ ഇതില്ല കേട്ടാ, യാതൊരു സാധ്യതയില്ല. എനിക്ക് ഈ ഭാഷ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ണൂർ ഭാഷയല്ലേ? കണ്ണൂരല്ലേ? കണ്ണൂരാ ബേസിക്കലി സ്വന്തം സ്ഥലം. ഇപ്പം അവിടുന്ന് വരികയാണോ അതോ? അല്ല, ഇപ്പൊ ഞാൻ കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. എവിടെ? കൊച്ചിയിൽ എവിടെ? കൊച്ചിയിൽ കാക്കനാട്. കാക്കനാട്, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പോൾ കൊച്ചിയിലെ ഫ്ലാറ്റിലാണോ അതോ വീടാണോ? ഫ്ലാറ്റാണ്. അപ്പോൾ അവിടെ താമസം, ഫാമിലി ആയിട്ട് താമസം, പിന്നെ ബാക്കി വർക്കൊക്കെ അവിടെ തന്നെ. അപ്പം കുറച്ച് കാലമായിട്ട് ഞാൻ ഷിഫ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടോ അതോ? ഒരു ചെറിയൊരു സ്റ്റുഡിയോ സ്പേസ് ഉണ്ട്. കംപ്ലീറ്റ്ലി സ്റ്റുഡിയോ ആയിട്ട് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല, മാറ്റിയിട്ടില്ല. പക്ഷെ എനിക്ക് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഈ കണ്ണൂർക്കാർക്കെല്ലാം ഭക്ഷണം ഭയങ്കര പ്രിയങ്കരമാണ്. എല്ലാവർക്കും ഭക്ഷണം പ്രിയങ്കരമാണ്. എന്നാലും കണ്ണൂർ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ണൂർ, തലശ്ശേരി, എനിക്ക് തലശ്ശേരിയിലൊക്കെ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. കണ്ണൂരും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അവിടുത്തെ ഫുഡ് ഭീകര ഫുഡാ. ഭീകരം എന്ന് പറഞ്ഞാൽ ഭയാനകം എന്നാണ്. ഭയാനകം അടിപൊളി, ഭയങ്കരമായ ഫുഡ് അവിടുത്തെ ഭീകരം അല്ലേ? ശരി, എന്താണ് ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, പക്ഷെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. എനിക്ക് നല്ല ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇഷ്ടമാണ്. പിന്നെ കല്ലുമ്മക്ക അവിടെ ഫേമസ് അല്ലേ? കല്ലുമ്മക്കായ പൊരിച്ചത് അടിപൊളിയാ. അത് വെച്ചിട്ട് അരിക്കടക്കാന്ന് സാധനം, അതൊക്കെ കഴിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ണൂർ സ്ഥിരമായിട്ട് വരും. എനിക്ക് കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. ആണോ? ഓ ശരി, കണ്ണൂരുണ്ടല്ലേ. സിബി, അതുപോലെ തന്നെ സിബിയുടെ ഫാമിലി, പിന്നെ ഒരുപാട് പേരുണ്ട്. സിജിയുടെ ഫാമിലി. ശരി, കണ്ണൂർ എവിടെയാ സ്ഥലം? പഴയങ്ങാടി. ഓ ശരി, കണ്ണൂർ കുറച്ചും കൂടി ദൂരെയാ തോന്നുന്നത്. അവര് സിറ്റിയിലും കുറെ പേരുണ്ട്, പഴയങ്ങാടിയിലും ഉണ്ട്. അപ്പൊ ഞങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുമ്പോ അവിടെ പോകും. പിന്നെ എനിക്ക് തലശ്ശേരി വരും. അവിടുത്തെ ഈ ഈവനിങ് പലഹാരങ്ങളാണ് മെയിൻലി. അതെ, ഭയങ്കര അടിപൊളിയാ. ചട്ടിപ്പത്തിരി, ഇറച്ചിപ്പത്തിരി, കണ്ടമാനം വെറൈറ്റീസ് ഓഫ് പലഹാരം. ഭയങ്കര വെറൈറ്റി ആണ്. പിന്നെ ബിരിയാണി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അതിൽ നിസി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്. കാരണം ഭയങ്കര ഡിഗ്രി ഹോൾഡറൊക്കെയാണ്, പക്ഷെ അസലായിട്ട് ബിരിയാണി വെക്കും. ഞങ്ങൾ ചിലപ്പോഴൊക്കെ വിളിച്ച് എറണാകുളത്ത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ഒരു 10 ദിവസം താമസിപ്പിക്കും, എനിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. പാവം അവിടെ വന്ന് ചെയ്തു തരും കേട്ടോ. നന്നായിട്ട് പാടുകയും ചെയ്യും. പിന്നെ ഞാൻ കേട്ടത് ഒരു കടുക്കച്ചി ബിരിയാണിയുടെ ഒരു പാട്ട്. കുടുക്കച്ചി. അവൻ ബിരിയാണി വെക്കുവോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് പാട്ടുണ്ടാക്കിയത്? ബിരിയാണി കഴിച്ച് ആസ്വദിച്ച് പാട്ടുണ്ടാക്കി. എന്നാ എന്താണ് കുടുക്കച്ചി ബിരിയാണി ഒന്ന് പോരട്ടെ, ഒരു 2 പ്ലേറ്റ് പോരട്ടെ. അതെ, 2 പ്ലേറ്റ്. കുഞ്ഞാളന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കച്ചി ബിരിയാണി കഴിച്ചിന്. എവിടെയാന്നപ്പാ പോയിന്, എന്തെന്നാന്നപ്പാ കഴിച്ചിന്. കുഞ്ഞാളന്റെ വീട്ടിൽ പോയിട്ട് കുടുക്കച്ചി ബിരിയാണി കഴിച്ചിന്. ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം, ബെങ്കി 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 ബൂം ബൂം, ബെങ്കി 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 ബൂം ബൂം ബൂം. സൂപ്പർ. ഒരു ബിരിയാണി കഴിച്ച പോലെ തന്നെ ഉണ്ട് കേട്ടോ. അസലായിട്ടുണ്ട്. അത് എങ്ങനെ കിട്ടി ഇതിന്റെ ഇതൊക്കെ? ബേക്കി ബൂം. അത് ഞാൻ തന്നെ ആക്ച്വലി. ബേങ്കി ബൂം എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മളെ നാട്ടില് മറ്റേ പഴയ ബസ് സ്റ്റാൻഡ് അടുത്ത് പോകുമ്പോ എപ്പോഴും രാവിലെ ഈ പിന്നെ ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആൾക്കാർ കയറുന്നുണ്ടെങ്കിൽ ബേങ്കി അല്ലെങ്കിൽ ബൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എവിടെ ഇറങ്ങുമ്പോ ബേങ്കി എന്ന് പറയും. അപ്പൊ ബേങ്കി എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങ്, കീ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നതാണ്. അപ്പൊ ഈ ബേങ്കി ബൂം എന്ന് പറഞ്ഞ ഈ ടേം ഇവിടെ ഒരു പ്ലേസ്മെന്റ് കൊടുക്കാന്ന് വിചാരിച്ച്. ഐഡിയ